മുൻ MLA PV അൻവറും കോൺഗ്രസും തമ്മിലുള്ള രാഷ്ട്രീയ കലഹം രൂക്ഷമാകുന്നു. കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. പ്രവീൺ കുമാർ MLAയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് അൻവറും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള ഭിന്നത മറനീക്കി പുറത്തുവന്നത്. വിവരങ്ങളുമായി രമ്യാദാസ് ചേരുകയാണ്. രമ്യ, അൻവർ ഇടഞ്ഞു തന്നെ നിൽക്കുകയാണോ? കോൺഗ്രസിന് എങ്ങനെയാണ് അൻവർ തലവേദനയാകുന്നത്? എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഈ അൻവറിനെ നാളിതുവരെ ആയും അനുനയിപ്പിക്കാൻ കഴിയാത്തത്? കാരണം ഒരുപാട് നാടകങ്ങൾ നമ്മൾ ഇതിനോടകം തന്നെ കണ്ടു, കോൺഗ്രസും ഈ PV അൻവറും തമ്മിലുള്ള. അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ PV അൻവർ പരാജയപ്പെടുന്നു. അൻവർ പറയുന്നത് അവിടുത്തെ കോൺഗ്രസ്സുകാരാണ് എന്നെ ചതിച്ചത്, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പഴയ LDFകാരൊക്കെ എനിക്ക് വോട്ട് ചെയ്തു, പക്ഷേ കൂടെയുള്ളവർ ചതിച്ചത് കൊണ്ടാണ് ഞാൻ തോറ്റത് എന്ന് അൻവർ അന്ന് തന്നെ പറഞ്ഞതുമാണ്. രമ്യ, വിനോദ് അശ്വതി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കാരണം കോൺഗ്രസും അതുപോലെ തന്നെ PV അൻവറും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചിട്ടില്ല, വീണ്ടും തുടരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ബേപ്പൂരിൽ അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം, അതുപോലെ തന്നെ UDFിലേക്കുള്ള അൻവറിൻ്റെ കടന്നുവരവ്, ഈ ഘട്ടം മുതൽ തന്നെ ഈ കോൺഗ്രസ് നേതാക്കൾ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ചും ഈ ബേപ്പൂരിലെ എല്ലാം പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അൻവറിനെ സ്വീകരിക്കാൻ ഈ ഒരു വിഷയത്തിൽ വലിയൊരു മടിയൊക്കെ കാണിച്ചിരുന്നു. പക്ഷേ പിന്നീട് UDFിലേക്ക് അൻവർ വരുന്നു, ബേപ്പൂരിൽ സ്ഥാനാർത്ഥിയാവുന്നു, മത്സരിക്കുന്നു. ഈ മത്സരം കഴിഞ്ഞതോടുകൂടി തന്നെയാണ് ബേപ്പൂരിൽ അൻവർ തോൽക്കുന്നു. ആ ഘട്ടത്തിൽ തന്നെ അൻവർ പറഞ്ഞിരുന്നു ഈ കോൺഗ്രസ്സുകാർ തന്നെയാണ്, കാരണം നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ പണ്ട് കൂടെ നിന്നിരുന്ന സഖാക്കന്മാരും മറ്റുള്ളവരും എല്ലാം തനിക്ക് വേണ്ടി വോട്ട് ചെയ്തപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെയാണ് തന്നെ ചതിച്ചത് എന്നുള്ള കാര്യം തന്നെ അന്ന് തന്നെ അൻവർ പറഞ്ഞിരുന്നു. പക്ഷേ അതിനെ തുടർന്ന് DCC ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ ആ അന്വേഷണം എവിടെയും എത്തിയില്ല. പിന്നീട് കഴിഞ്ഞ ദിവസമാണ് ഈ DCC പ്രസിഡന്റും ഇപ്പം നിലവിൽ കൊയിലാണ്ടി MLAയുമായിട്ടുള്ള അഡ്വക്കേറ്റ് പ്രവീൺ കുമാറിൻ്റെ ഒരു പ്രസ്താവന വരുന്നത്. ഒരു പരിപാടിക്കിടെയായിരുന്നു ഇത്തരത്തിൽ ഈ DCC പ്രസിഡന്റ് ഇത്തരം പ്രസ്താവന നടത്തി. അതായത് ഈ അൻവറിനെ മാറ്റി, അതായത് കൈപ്പത്തിയിലോ കോണിയിലോ ആരെങ്കിലും ഇത്തരത്തിൽ ബേപ്പൂരിൽ മത്സരിച്ചിരുന്നെങ്കിൽ അവിടെ ജയിക്കാമായിരുന്നു, അതായത് 13 സീറ്റും കോഴിക്കോട് നേടാമായിരുന്നു എന്നുള്ളൊരു പ്രസ്താവന DCC പ്രസിഡന്റും MLAയുമായിട്ടുള്ള പ്രവീൺ കുമാർ ഇറക്കുന്നു. ഇതിനെ തുടർന്നാണ് വീണ്ടും ഈ കലഹം, അതായത് കുറേ കാലമായി ഇത്തരത്തിലുണ്ടായിരുന്ന കലഹം മറനീക്കി പുറത്തു വരുന്നൊരവസ്ഥയിലേക്ക് വരുന്നത്. തുടർന്ന് ഒരു വലിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വരെ PV അൻവർ ഇട്ടിരുന്നു. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ പരാജയത്തെ തുടർന്ന് അൻവർ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് വീണ്ടും ആവർത്തിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. കാരണം കോൺഗ്രസിൽ നിന്നുള്ളവർ തന്നെയാണ് തന്നെ തോൽപ്പിച്ചത് എന്നുള്ള പരസ്യ പ്രസ്താവനയുമായി വീണ്ടും അൻവർ രംഗത്ത് വരികയാണ് ഉണ്ടായത്. നിലവിൽ ഇത്തരത്തിൽ ഈ പ്രവീൺ കുമാറിന്റെ പ്രസ്താവനയോട് അത്തരത്തിൽ തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ, അതായത് മുതിർന്ന നേതാക്കളുണ്ട്, ബേപ്പൂരിലെ പ്രാദേശിക നേതാക്കളുണ്ട്, അവരെല്ലാം തന്നെ ഈ അഭിപ്രായം തന്നെയാണ് ഉന്നയിക്കുന്നത്. കാരണം ഈ PV അൻവറിന് പകരം മറ്റൊരാളാണ് കോണിയിലോ അല്ലെങ്കിൽ കൈപ്പത്തി ചിഹ്നത്തിലോ മറ്റൊരാൾ അവിടെ മത്സരിച്ചിരുന്നെങ്കിൽ 13 സീറ്റ് നേടാമായിരുന്നു. അൻവറിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ പരാജയത്തിന് കാരണമായി എന്നുള്ളത് തന്നെയാണ് നേതാക്കൾ ഉൾപ്പെടെ പറയുക. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് തട്ടിലാണ് കോൺഗ്രസ് നേതൃത്വം. അതായത് ഒരു വിഭാഗം അൻവറിനെ സ്വീകരിക്കുമ്പോൾ മറ്റൊരു വിഭാഗം കൃത്യമായി തന്നെ അൻവറിനെ എതിർക്കുന്നുണ്ട്. ആ ഈ വിഷയത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ കോൺഗ്രസിനുള്ളിലെ ഒരു പോര് വലിയ രീതിയിലുള്ള മറനീക്കി പുറത്തു വരുന്നത്. ഇപ്പോഴും അത് തുടരുകയാണ്. ഇത്തരത്തിൽ പല രീതിയിലുള്ള വാക്പോര് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. കാരണം അൻവർ കോൺഗ്രസ് നേതാക്കൾക്ക് ഉൾപ്പെടെ കൃത്യമായി തന്നെ വിയോജിപ്പ് പറയുന്നുണ്ട്. കാരണം കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് തൻ്റെ കൂടെ നിർത്തിക്കൊണ്ട്, അതായത് ചന്തു, ഈ ചതിക്കാത്ത ചന്തു എന്നൊക്കെ പറഞ്ഞ പോലെ അത്തരത്തിലൊരു പ്രസ്താവന തന്നെയാണ് UDFിനെതിരെ അൻവർ ഉന്നയിക്കുന്നത്. ബേപ്പൂരിലെ ജനങ്ങളും സഖാക്കളും എല്ലാം ജയിപ്പിച്ചപ്പോൾ പരാജയപ്പെടുത്തിയത് ചേർത്ത് നിർത്തിയത് തന്നെയാണ് എന്നതായിരുന്നു കോൺഗ്രസിലെ അൻവറിൻ്റെ ആരോപണം. അതുപോലെ തന്നെയാണ് ബേപ്പൂരിലെ തോൽവിക്ക് പിറകിൽ ചതിച്ചത് ചന്തു തന്നെ, അതായത് പരോക്ഷമായി തന്നെ DCC പ്രസിഡന്റ് ആയിട്ടുള്ള ഇപ്പോൾ നിലവിലെ PV അൻവറും കോൺഗ്രസും തമ്മിലുള്ള ബാല അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. കലഹം രൂക്ഷമാവുകയാണ്. ഇനി വീണ്ടും മുന്നണി വിടാനുള്ള സാധ്യതയുണ്ടോ? ഇനിയിപ്പോ പോകാൻ സ്ഥലമില്ലല്ലോ, കാരണം LDFിലായിരുന്നു, തവണ സ്വന്തമായിട്ട് പാർട്ടി രൂപീകരിച്ചു, പിന്നീട് UDFിൽ വന്നു. പക്ഷെ അവിടെ വന്നിട്ട് രക്ഷയില്ല, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. അപ്പോൾ ഈ കുറ്റമല്ല ഇപ്പോൾ UDFിന്റെ തലയിൽ കെട്ടിവെക്കുകയാണ്. അല്ല, UDFിന്റെ തലയിൽ കെട്ടിവെക്കുക എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം UDFിനും ഈ വിഷയത്തിൽ കൃത്യമായ വീഴ്ചയുണ്ട്, അൻവറിനും വീഴ്ചയുണ്ട്, UDFിനും വീഴ്ചയുണ്ട്. അതാണ് നിർണായകമായ ഒരു പ്രസ്താവന എന്ന് പറയുന്നത്. എന്തായാലും PV അൻവറും കോൺഗ്രസും തമ്മിലുള്ള കലഹം അത് വരും ദിവസങ്ങളിൽ രൂക്ഷമാകുമോ, അനുനയിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകുമോ, അതോ അൻവർ വഴി മാറി സ്വന്തമായി വഴി വെട്ടുമോ എന്നൊക്കെ കണ്ടറിയണം.